ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് ചോള പുലാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കാബൂളി ചന എന്നൊക്കെ പറയുന്ന വെള്ളക്കടലയാണിത്. ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് 4 വിസിലടുപ്പിച്ചെടുത്താണ് കുക്കറിൽ. നമുക്ക് ഇതിന് വേണ്ട മസാല ക്രഷ് ചെയ്തെടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഗ്രാമ്പു, പട്ട, പെരുംജീരകം, കുരുമുളക്, ഏലക്ക ഇവയെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കാം. നമുക്കൊരു ചുവട് കട്ടിയുള്ള പാത്രത്തിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ച ഒനിയൻ ഇട്ട് കൊടുക്കാം. ഇത് പുലാവിൻ്റെ മുകളിൽ ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാനുള്ളതാണ്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വേഗം ഗോൾഡൻ ബ്രൗൺ കളർ നിറമാകാൻ വേണ്ടിയാണ്. നമുക്ക് കുറച്ച് കാഷ്നട്ട് കൂടി വറുത്തെടുക്കാം. നമുക്ക് ഈ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി നൈസായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം ചതച്ചത്, മസാല പൊടി ചതച്ചതാണ്. ഇത് ഇട്ട് കൊടുക്കാം ഈ സവോളയിലോട്ട്. നല്ലപോലെ വഴറ്റി കൊടുക്കാം. കുറച്ച് ഷാജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇവ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. മസാല മൂത്ത് കഴിയുമ്പോൾ 3 തക്കാളി നൈസായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. നമുക്ക് കടല വേവിച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഈ തക്കാളി വേവാൻ വേണ്ടി മൂടി വെക്കാം. 1/2 ഗ്ലാസ് വെള്ളമേ ഉള്ളൂ. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. 1/2 മുറി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. വേവിച്ച് വെച്ച ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശെ ആയിട്ട് ഈ ചോളയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ നെയ്യ് കൂടി ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 6 തുള്ളി പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം. വറുത്ത് വെച്ച സവോളയും അണ്ടിപ്പരിപ്പും ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ മൂടി വെക്കാം. നമ്മുടെ പുലാവ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇതിൻ്റെ കൂടെ റേത്തയോ ചട്നിയോ പപ്പടമോ അച്ചാറൊക്കെ ചേർത്ത് നമുക്ക് കഴിക്കാം. താങ്ക് യു.